പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികരണം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. നിയതമങ്ങേ വസതിയിൽ കഴിയുവാനിൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനിൻ കനിവരും കഥകൾ കേട്ടുലയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുറിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. എന്റെ കർത്താവേ, സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങയെ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടി
സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ്വര, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം അധ്യായം 11 തിരുവചനങ്ങൾ 16 മുതൽ 21 വരെ ആസ്വദിച്ചു. എന്നെ ഭോഷനായി ആരും കരുതരുതെന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു. അഥവാ നിങ്ങൾ കരുതുകയാണെങ്കിൽ എനിക്കും അല്പം ആത്മപ്രശംസ ചെയ്യേണ്ടതിന് എന്നെ ഭോഷനായി തന്നെ സ്വീകരിക്കുവിൻ. കർത്താവിൻ്റെ അധികാരത്തോടെയല്ല, പ്രത്യുത ആത്മപ്രശംസയിലുള്ള ഈ ദൃഢവിശ്വാസത്തോടെ ഒരു ഭോഷനെ പോലെയാണ് ഞാൻ സംസാരിക്കുന്നത്. പലരും ലൗകിക കാര്യങ്ങളെപ്പറ്റി പ്രശംസിക്കാറുള്ളത് പോലെ ഞാനും പ്രശംസിക്കും. ബുദ്ധിമാന്മാരായ നിങ്ങൾ വിഡ്ഢികളോട് സന്തോഷപൂർവ്വം സഹിഷ്ണുത കാണിക്കാറുണ്ടല്ലോ. എന്തെന്നാൽ നിങ്ങളെ അടിമകളാക്കുകയും കൊള്ളയടിക്കുകയും ചൂഷണം ചെയ്യുകയും അഹങ്കരിക്കുകയും നിങ്ങളുടെ മുഖത്തടിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ സഹിഷ്ണുത പുലർത്തുന്നുണ്ടല്ലോ. അതിനൊന്നും ഞങ്ങൾക്ക് ശക്തിയില്ലായിരുന്നുവെന്ന് ലജ്ജയോടെ പറഞ്ഞു കൊള്ളട്ടെ. ആരെങ്കിലും പ്രശംസിക്കാൻ ധൈര്യപ്പെടുന്ന എന്തിനെക്കുറിച്ചും പ്രശംസിക്കാൻ ഞാനും ധൈര്യപ്പെടുമെന്ന് ഒരു ഭോഷനെ പോലെ ഞാനും പറയുന്നു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. സ്നേഹം പകർന്നിടാൻ ദൈവവചനം കാതോർത്തിടാൻ എന്നും മനം തുറന്നിടാൻ യേശുവിൻ വചനം സ്നേഹത്തിൻ വചനം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 8 മുതൽ 16 വരെ തിരുവചനങ്ങൾ. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യണം. നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിലിറങ്ങി നിന്നുകൊണ്ട് പറയണം, നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു.
എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ദിവസം സോദോമിന്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും. കൊറാസിൽ നിനക്ക് ദുരിതം, ബത്സയിദ നിനക്ക് ദുരിതം. നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടൈറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കുടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു. ആകയാൽ വിധിദിനത്തിൽ ടൈറിന്റെയും സീദോന്റെയും സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും. കഫർനാമേ, നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നും നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു, എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ ക്രിസ്തുവേ, ഈ സുവിശേഷ വചനങ്ങൾ അച്ഛനെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. ഭാരം എന്നത് വിഷമമുള്ളൊരു അനുഭവമല്ല, വലിയ ബാധ്യതയുടെ അനുഭവം. അതോട് ബന്ധപ്പെട്ടത് വിശദീകരിക്കാനായിട്ട് കുഞ്ഞു ഉദാഹരണം മനസ്സിലേക്ക് വന്നതാണ് അച്ഛൻ പറയുക. 1995 വർഷത്തിലായി ഞങ്ങളൊക്കെ കണക്കൂട്ടി നോക്കിക്കോ. അച്ഛൻ അന്നിരുന്ന ഒരു പള്ളിയുടെ അടുത്ത് കുറച്ചടുത്തൊരു വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ കുടുംബനാഥൻ പറഞ്ഞു, എന്തൊക്കെയാണ് ചേട്ടാ വിശേഷങ്ങൾ, ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ എനിക്ക് ഇത്തിരി തിരക്കുണ്ട് അച്ഛാ, എനിക്കിപ്പോൾ അച്ഛനോട് സംസാരിക്കാൻ സമയമില്ല അച്ഛാ. അച്ഛൻ അങ്ങനെ തന്നെ ഇറങ്ങിപ്പോകും. പിന്നെ ആ വീട്ടിൽ അച്ഛൻ ചെല്ലാനിടയായത് അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാരങ്ങൾ നടത്താനാണ്. ഈ വല്ലാത്ത വിഷം തോന്നി തമ്പുരാനെ, ഈ പാവം മനുഷ്യനെ കാണാൻ ഞാൻ വന്നതല്ല, അദ്ദേഹത്തിന് സംസാരിക്കാൻ നേരമില്ല എന്ന് പറഞ്ഞു ജീവിതത്തിൽ ഇറക്കി വിട്ടു ഞാൻ പറയുന്നില്ല, ഇറങ്ങി പോരേണ്ടി വന്നൊരവസ്ഥയുണ്ടായല്ലോ എന്നോർത്ത് വലിയ വേദന തോന്നിയ കാര്യം അച്ഛന് സുവിശേഷം വായിച്ചപ്പോൾ ഓർത്തുപോയതാണ്. സുവിശേഷത്തോട് ബന്ധപ്പെട്ടാണ്, ഏത് വാചകത്തോട് ബന്ധപ്പെട്ടാണെന്നൊക്കെ നിങ്ങൾ വീട്ടിൽ ചെന്നൊന്ന് വായിച്ച് കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഇന്നത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ അച്ഛനിട്ട വചനം ലൂക്ക 8:9. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവാൻ ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുന്നു. ഒരു ക്രിസ്തു ശിഷ്യന്റെ അടിസ്ഥാനപരമായ ബാധ്യതയാണ് രോഗികളെ സുഖപ്പെടുത്തുക എന്നത്. ഒരു ഭാര്യയുടെ ബാധ്യതയാണ് ഭർത്താവിനെ സുഖപ്പെടുത്തുക എന്നത്. ഭർത്താവിൻ്റെ ബാധ്യതയാണ് ഭാര്യയെ സുഖപ്പെടുത്തുക എന്നത്. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയുടെ ബാധ്യതയാണ് ഭർത്താവിനെ സ്വർഗത്തിലെത്തിക്കുക എന്നുള്ളത്. അതുപോലെ തിരിച്ചു. ഇതൊരു പുരോഹിതന്റെയോ സന്യാസിനിയുടെയോ ധ്യാനകേന്ദ്രത്തിൻ്റെയോ മാത്രം ബാധ്യതയല്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്തു സാന്നിധ്യം നിറഞ്ഞ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കി തരാൻ വേണ്ടി അച്ഛന് കുറേ വചനങ്ങൾ ഓർമ്മിപ്പിച്ചു. ലൂക്ക 5:17-26, ലൂക്ക 10:25-37, 2 രാജാക്കന്മാർ 4-ാം അധ്യായം, ഇങ്ങനെ 5-ാം അധ്യായം, ഇങ്ങനെ പലതും. 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ ഒരു വീട്ടുവേലയ്ക്ക് നിൽക്കുന്ന ഒരു എബ്രായ സ്ത്രീയെ കുറിച്ചാണ് പറയുക. ആ ദാസി തൻ്റെ യജമാനൻ കുഷ്ഠരോഗം ബാധിച്ചിരിക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ യജമാനത്തിയോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിലായിരുന്നെങ്കിൽ യജമാനന് ഇതിൽ നിന്നൊരു സൗഖ്യം കിട്ടിയേനെ. ഇത്ര അവൾ പറയുന്നുള്ളൂ. ആ വാക്കുകൾ ആ സ്ത്രീ ആ യജമാനത്തെ വല്ലാതെ സ്പർശിച്ചു. അവര് ഭർത്താവിനോട് പറയുന്നു, നമ്മുടെ ആ വീട്ടുവേലയ്ക്ക് നിൽക്കുന്ന ആ പെണ്ണ് പറഞ്ഞു, ഇങ്ങനെ അവളുടെ നാട്ടിലൊരു പ്രവാചകനുണ്ടെന്ന്. അങ്ങനെയാണ് നാമാൻ എന്ന കുഷ്ഠരോഗി സൗഖ്യം പ്രാപിക്കുന്നത്. അതിന് വേറൊരു കഥയുണ്ട്. പൊടിപറ്റലിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഗഹസി കുഷ്ഠരോഗിയായി മാറുന്ന കഥയും ഇതേ സംഭവത്തിലുള്ളതാണ്. എങ്ങനെയാണ്? ഈ ഗഹസി എന്ന എലീശായുടെ ശിഷ്യൻ പൊടിപറ്റാനില്ലായ
കൊറോണ പൊടിയേക്കാളും വലിയ പൊടിയാണിത്. അതുകൊണ്ട് അവിടെ ഒരു ചെറിയ നുണയും കൂടി പറഞ്ഞു. ഈ കുമ്പസാരത്തിലൊക്കെ ചിലരിങ്ങനെ ചില കൊച്ചു നുണയൊക്കെ പറഞ്ഞു പോയില്ലേ, കാരണം അതൊക്കെ ഇങ്ങനെ അങ്ങനെ പറയണേ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ അച്ഛനൊരു തകർക്കുന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ ഗഹസിയോട് ചോദിച്ചു, ഗഹസി നീ എവിടെയായിരുന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഫലം എലീഷ പറഞ്ഞു, ആ നാമാനിൽ നിന്ന് പോയ കുഷ്ഠരോഗം ഇതാ നിനക്ക് കിട്ടാൻ പോകുന്നു. നിമിഷങ്ങൾ കഴിയുന്നതിന് മുമ്പേ ഗഹസി കുഷ്ഠരോഗിയായി മാറി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ഏറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തോട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന, നമ്മുടെ കുടുംബത്തിൽ ഇടപെടുന്ന, ഇടവകയിൽ ഇടപെടുന്ന അവസ്ഥ ഉൾപ്പെടെ. അച്ഛനൊരു ഉദാഹരണം മനസ്സിൽ എഴുന്നേറ്റപ്പോൾ തന്നെ വന്നത് ഈ വചനത്തോട് ബന്ധപ്പെട്ട് വന്നത്, ഒരു സ്ഥലത്തൊരു ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് ആംബുലൻസിൽ രോഗിയെ കൊണ്ട് ചെല്ലുമ്പോൾ ഈ ഹർത്താൽ അനുകൂലികൾ തടയുന്നത് കൊണ്ട് ആ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഹർത്താൽ നടത്തുന്നവരോ തടഞ്ഞവരുമൊക്കെ അതിനാൽ തന്നെ കൊലക്കുറ്റത്തിന് ശിക്ഷ ഏൽക്കേണ്ടവരാണ്. രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് അതൊക്കെ ഒഴിവാകുമെങ്കിൽ ഈ മനുഷ്യൻ മരിക്കാൻ ഈ ഹർത്താലുകാരാണ് കാരണമായതെന്ന് പറഞ്ഞ പോലെ ഇടവകളിലും പല അച്ഛന്മാരും വരുമ്പോൾ തന്നെ ഹർത്താൽ പ്രഖ്യാപിക്കുന്ന ഇടവാഹങ്ങളുണ്ട്, ഫ്ലക്സ് അടിച്ചു വയ്ക്കുന്ന ആളുകളുണ്ട്. ഒരച്ഛനൊരിക്കലൊരു പള്ളിയിലേക്ക് ചെന്നപ്പോൾ, അങ്കമാലി പള്ളിയിൽ നിന്നാണ് വേറൊരു പള്ളിയിലേക്ക് മാറി ചെന്നപ്പോൾ അച്ഛൻ ചെല്ലുന്നതിന് മുമ്പേ അച്ഛനെ കുറിച്ചവിടെ നോട്ടീസ് വിതരണം ചെയ്തു. ഈ ഹർത്താൽ പോലെയാണ്. ഇങ്ങനെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളും അതിലൂടെ കടന്നു വരുന്ന രക്ഷയും ഒക്കെ വിശുദ്ധ ബലിയിലൂടെ കൂടാശകളിലൂടെയൊക്കെ തടയുന്ന മനുഷ്യർക്ക് ലഭിക്കാമായിരിക്കുന്ന നിത്യ നരകത്തെ കുറിച്ചൊക്കെ അച്ഛന് വളരെ ബോധപൂർവം ഈ വചനങ്ങൾ വായിച്ചപ്പോൾ അങ്ങോട്ട് ബാധിച്ചോളം അച്ഛൻ ഈ വചനം അച്ഛനെ എന്തുമാത്രം ഭാരപ്പെടുത്തുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന്. കർത്താവ് നമ്മോട് തിരുവചനങ്ങളിലൂടെ പറയുന്നതൊക്കെ കേൾക്കുന്നതിൽ നമുക്ക് വീഴ്ച വന്നാൽ കൊറോണ ബാധിച്ച് മരിക്കുന്നതിനേക്കാളും അപകടകരമായ കാര്യമാണ് ഓരോ വിശ്വാസ സമൂഹത്തെയും ബാധിക്കുന്നതെന്നും അതുകൊണ്ടാണ് സഭ നശിച്ചു കെട്ടുപോയതെന്നും സകല ശത്രുക്കളും നമുക്കെതിരെ അതിഭയങ്കരമായി പ്രവർത്തിക്കുന്നതെന്നും മനസ്സിലാക്കാനുള്ള സുബോധം ഈ കൊറോണ കാലത്തും ബലിയർപ്പിക്കാനും പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയെങ്കിൽ നമ്മൾ പോലും സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താകുമെന്ന് അച്ഛൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് വലിയ മുന്നറിയിപ്പുകളാണ്. നമ്മുടെ കുടുംബത്തിലെ ദൈവത്തിൻ്റെ രഹസ്യ സന്ദേശം നൽകാനായിട്ട് കടന്നു വന്ന ഒരാളെ നമ്മൾ തിരിച്ചയച്ചാൽ അതൊക്കെ വലിയ ഭവിഷ്യത്തിലുണ്ടാകും. നമുക്ക് നമ്മുടെ നീതീകരണങ്ങളൊക്കെ ഉണ്ടാകാം, നമ്മുടെ അറിവും നമ്മുടെ സമ്പത്തും ശക്തിയും സ്വാധീനവും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെ തിരസ്കരിച്ചാൽ നിത്യനാശം നമുക്ക് തലമുറകൾക്ക് ഉണ്ടാകുമെന്ന് അതിഭയങ്കരമായിട്ട് കർത്താവ് ഈ വചനത്തിലൂടെ പറഞ്ഞു തരികയാണ്. ഇതിന്ന് തമ്പുരാന്റെ പരിപാലനയിൽ 2 ലൈനിലാണ് ഇന്ന് റെക്കോർഡിങ് നടക്കുന്നത്. ഒന്ന് ഫേസ്ബുക്കിലും ഒന്ന് യൂട്യൂബിലും 2 മൊബൈൽ വെച്ച റെക്കോർഡിങ് നടക്കുന്നത്. അതുകൊണ്ടാണ് അതൊന്ന് ഇത്രയും കരുത്ത് പറയാൻ പോകാൻ ഇടയാവുന്നത്. അതുകൊണ്ട് തമ്പുരാനെ ഈ കൊറോണയെക്കാളൊക്കെ മാരകമായ പാപത്തിൻ്റെ വൈറസ് ഞങ്ങളുടെ കുടുംബങ്ങളെ, വ്യക്തിജീവിതങ്ങളെ, സമൂഹത്തെ, ഇടവകയെ ഒക്കെ ലോകത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഗൗരവം ഇതിൻ്റെ ആത്മീയ തലമെങ്കിലും മനസ്സിലാക്കി അനുദമിക്കാൻ ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടെ ആരും വ്യത്യാസമൊന്നുമില്ല, അവിടെ എല്ലാവരും ഉൾപ്പെടുത്തി അച്ഛൻ പറയുക. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബലി തുടരും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ തിരുസഭയുടെ ഭാവമാത്രത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവെ നിന്റെ മുഖത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുന്ന വാഗ്ദാനം അനുസരിച്ച് സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ട് അവളെ നിത്യപാതിക്യത്തിലേക്ക് അണിയുന്ന കർത്താവെ, സ്നേഹിതന്മാരും അവരുടെ പിൻഗാമികളും വഴി സഭയെ സ്വർഗീയ ദേശത്തിലേക്ക് സുരക്ഷിതമായി നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവെ, സഭയെ സ്നേഹിക്കുകയും നിർമ്മലരോധമായിരിക്കാൻ അവർക്ക് വേണ്ടി തന്നെ വിലർപ്പിക്കുകയും ചെയ്ത കർത്താവെ,
ഓർത്തൊരു കാര്യം. ഈ ആരോൺ ഇങ്ങനെ അൽത്താരയിൽ അച്ഛൻ വന്ന കാലത്ത് അൽത്താര ശുശ്രൂഷകനായി വന്ന ഒറ്റ അനുഭവമാണ് ആരോണിൻ്റെ അപ്പച്ചൻ മഹാപ്രളയകാലത്ത് വെള്ളത്തിൽ മുങ്ങിക്കിടന്നപ്പോൾ അവന് വേണ്ടി വളരെ ഹൃദയം കൊട്ടി പ്രാർത്ഥിക്കാൻ അച്ഛന് പ്രേരണയായത്, നിർബന്ധമായത്. തമ്പുരാൻ്റെ ആലയത്തിൽ നമ്മൾ വരുമ്പോൾ ഇതുപോലെ വലിയ ബാധ്യതകൾ തമ്പുരാൻ പോലും തോന്നും എന്ന കാര്യം അച്ഛനെ അനുസ്മരിപ്പിക്കുക. തിരുസഭയെ കളങ്കമേശാത്ത വസ്തുവാക്കി തീർക്കുവാൻ കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത മിശിഹായെ, അങ്ങേ ശരീര രക്തങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെടുന്ന ഈ സമൂഹത്തിൽ അങ്ങ് പ്രസാദിക്കണം. പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിൽ അങ്ങ് പിതാവിനോടൊന്നായിരിക്കുന്നത് പോലെ ഞങ്ങളും അങ്ങിൽ ഒന്നായിരിക്കുവാൻ സഹായിക്കണമേ. നിത്യസൗഭാഗ്യത്തെ നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങളെ ഏവരെയും നിലനിൽപ്പിന്റെ വരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ചു വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാണ്. പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അതിൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവയ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരവും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അതിനാൽ കർത്താവേ, അങ്ങയുടെ ദാനം ഞങ്ങളിൽ ഫലമണിയാൻ വരം തരണമേ. ഞങ്ങളെയും അങ്ങയുടെ സ്വന്തമായ ഈ ജനത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ഇസ്രായേലിൻ നായക, എന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഏകുന്നു എന്നെയും സർവ്വവും നിന്റെ മുൻപിലായിതാ. സ്വീകരിക്കണമേ പ്രഭോ. കാറ്റിലുണയും തോണി പോലെ ജീവിതം വളയും. വേളയിൽ നീ സാന്ത്വനം നൽകാൻ വരേണമേ. അങ്ങേ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ധ്യാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മിശിഹായുടെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം വരെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അർപ്പിക്കപ്പെടണം എന്ന കൽപ്പനയനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിന്മേൽ ഇവ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസ്സാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തോടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം
സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ എൻ്റെ പിതാവേ, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അങ്ങേക്ക് സമർപ്പിക്കുവാൻ പാപിയായിരുന്നിട്ടും എന്നെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യനാക്കി. അങ്ങയുടെ അജഗണമായ ജനത്തിന്റെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ലോകം മുഴുവന്റെയും അനുരഞ്ജനത്തിനും എല്ലാ സഭകളുടെയും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ഞാനിവ അനുഷ്ഠിക്കുന്നു. കർത്താവെ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അയോഗ്യരും പാപികളുമായിരുന്നിട്ടും അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ പരികരണത്തിന് ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനമായ രഹസ്യങ്ങൾ പ്രദാനം ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാനസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ, ദൈവത്തിനു ബലി അർപ്പിപ്പൂ. ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വ
മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യവും മഹനീയവുമായ നാമം എല്ലാ തരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ ഞാൻ വസിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ രാജാവിനെ എന്റെ നയനങ്ങൾ ദർശിച്ചു. കർത്താവിനെ ഇന്ന് ഞാൻ അഭിമുഖമായി കണ്ട ഈ സ്ഥലം എത്ര ഭീതിജനകം! ഇത് ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല. കർത്താവെ, ഞങ്ങളുടെ മേൽ കനിയണമേ. അശുദ്ധരായ ഞങ്ങളെ പവിത്രീകരിക്കണമേ. നിസ്സാരരായ ഞങ്ങളുടെ കീർത്തനങ്ങൾ ശ്രാപ്യന്മാരുടെയും മുഖ്യദൂതന്മാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസികളോട് നിർമ്മിച്ച അങ്ങയുടെ കാരുണ്യത്തിന് സ്തുതി. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി. നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങളിപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പ്രചരിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന
പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. എന്റെ കർത്താവേ, എന്റെ ഈശോയേ, എന്റെ ദൈവമേ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയങ്ങളിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും മാർ ആന്റണി മെത്രാപ്പൊലീത്തായ്ക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വേണ്ടി ഈ കുർബാനയെ സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയെ പ്രീതിപ്പെടുത്തിയ നീതിമാന്മാരായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാനയെ സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം പ്രതീക്ഷിക്കുന്ന ഈ സമൂഹത്തിനും ഈ ഇടവക മുഴുവനും വേണ്ടി ബലഹീനനും ഭാവിയുമായ എനിക്ക് വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഈ തിരുശരീര രക്തങ്ങൾ വിശുദ്ധ ബലിപീഠത്തിൽ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെ ഈ സമർപ്പണം വഴി അങ്ങയെ പ്രസാദിപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ അവനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്രീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മന്ദിരം പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം ഭക്ഷിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധി നിൽക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവേ
ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. പരിമള സസ്യങ്ങളെയും സുഗന്ധദ്രവ്യങ്ങളെയും നാഥാവട്ടാന പേടകത്തിന്റെ കൂടാരത്തിൽ ശ്രേഷ്ഠ പുരോഹിതനായ അഹരോൻ അർപ്പിച്ച ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനയും ധൂപവും അങ്ങയെ പ്രസാദിപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവം അങ്ങേ സ്നേഹത്തിന്റെ ദിവ്യ പരിമളത്താൽ എന്നെ സുഗന്ധപൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയ ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ലിടയനായ കർത്താവെ, അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്ത തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ ബലിപീഠം നിൽക്കുന്ന ഈ ശുശ്രൂഷകനെയും അങ്ങയുടെ കാരുണ്യം കാത്തു നിൽക്കുന്ന ഈ ജനങ്ങളെയും സുഗന്ധപൂരിതരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കല്ലറയുടെ സാദൃശ്യമായ ഈ വിശുദ്ധ ബലിപീഠത്തെയും സുഗന്ധപൂരിതമാക്കണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായ അങ്ങയുടെ നാമത്തിന് എപ്പോഴും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താദരങ്ങളോട് സമീപിക്കാം. അന്താപത്തിൽ നിന്നുളവാകുന്ന ശർമ്മത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങൾ പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പ്രോത്സാഹിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ.
ദാസരുടെ പാപങ്ങളും കുറ്റങ്ങളും കാരുണ്യപൂർവം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിർമ്മല ഹൃദയത്തോടും പ്രസന്നവദനത്തോടും മനോവിശ്വാസത്തോടും കൂടെ എപ്പോഴും അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും സഭാമാതാവേ, നിന്റെ സന്താനങ്ങളുടെ അധരങ്ങൾ വഴി നീ മിശിഹായ്ക്ക് കൃതജ്ഞത അർപ്പിക്കുക. എന്തുകൊണ്ടെന്നാൽ അവൻ നിനക്ക് വേണ്ടി പീഡയനുഭവിച്ചു. കൃപയാകുന്ന പാറമേൽ നിന്നെ പണിതുയർത്തി നിന്നെ സംരക്ഷിക്കുവാൻ അജപാലകന്മാരെ നൽകി. തന്നെ തന്നെ നൽകിക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ ഭക്ഷണം നിന്നെ സജ്ജീകരിക്കുകയും ചെയ്തു. മാലാഖമാരോടുകൂടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവീശോ മിശിഹായുടെ പ്രസാദകരും നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സഭാമാതാവിന്റെ മഹത്വീകരണത്തിൽ നമുക്ക് സന്തോഷിക്കാം. നവജീവനിലേക്ക് നയിക്കുന്ന ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചുള്ള പങ്കുകൊള്ളുകയും ചെയ്യാം. ഇന്നും നിന്റെ കൂടെ വസിക്കാൻ കൊതിയാണ് ഈശോയേ. ഇന്നും നിന്റെ ചാരേ ഇരിക്കാൻ പ്രിയമാണ് ഈശോയേ. വന്നിടണേ, എന്നിൽ വന്നിടണേ, സക്രാരിയോളം നീ വലുതാക്കണേ, എന്നെ
കൃപാർത്താൽ സ്തുത്യർക്കും പരിശുദ്ധവും ജീവദായകവും ദൈവവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനീയമായ ഈ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളുടെ മേൽ അവിടുന്ന് വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ചായ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കാം. ഞങ്ങൾ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ, അങ്ങയുടെ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണം. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്വത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണം. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ പല സമർത്ഥങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിന്റെ സൗഭാഗ്യത്തിന്റെ മകുടമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, വൈദികരുടെ രാജ്ഞിയായ മറിയമേ, അന്തിമ ദിവസം അടുക്കുമ്പോൾ അമ്പരമേ